2024 ജനുവരി മാസത്തെ കറണ്ട് അഫയറുകൾ. പാകിസ്ഥാൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ കായിക ഉദ്യോഗസ്ഥൻ്റെ പേര് ലഫ്റ്റനന്റ് ജനറൽ റിട്ടയേർഡ് ആരിഫ് ഹസൻ. യുനെസ്കോയുടെ സാഹിത്യ നഗരം ഉയർത്തിക്കാട്ടുന്നതിനായി കേരളത്തിലെ ഏത് നഗരമാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്? കോഴിക്കോട്. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി അരവിന്ദ് പനഗാരിയ നിയമിതനായി. തമോദ്വാരങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ്. DRDOയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം ഏത് സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത്? ഗുജറാത്ത്. 2024 ജനുവരി 1-ന് 2024 ബ്രിക്സ് ചെയർമാൻ സ്ഥാനം ഏറ്റുവാങ്ങിയ രാജ്യം റഷ്യ. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത്. ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നതിനായി രഹത് വാണി കേന്ദ്രം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. 2024 ഹെങ്ക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം UK. മഹാകവിതൈ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വൈരമുത്തു. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? വികാസ് ഷീൽ. മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഏത് പതിപ്പാണ് വേർഡ് പാഡ് ആപ്പ് നീക്കം ചെയ്തത്? വിൻഡോസ് 11. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പുതിയ CEO ആരാണ്? രഘുറാം അയ്യർ. 62ാമത് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിലെ ഏത് പൊതുമേഖലാ യൂണിറ്റാണ് PSLV 57 ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാർ? കെൽട്രോൺ. ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി DRDO പുറത്തിറക്കിയ റൈഫിൾ ഉഗ്രം. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ ജോസഫ് വൈറ്റില. 5ാം തവണയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ഷെയ്ഖ് ഹസീന. 2024 ഹരിവരാസനം അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? PK വീരമണി ദാസൻ. 2024 ജനുവരി 16-ന് ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ്സിൻ്റെ 4ാം റൗണ്ടിൽ ലോക ചാമ്പ്യൻ ഡിംഗ് ലിറാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററുടെ പേര്? GM പ്രജ്ഞാനന്ദ രമേശ് ബാബു.